യേശുദേവന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഒക്കെ സ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നത്. മനുഷ്യരാശിയുടെ പാപപരിഹാരത്തിനായി ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശു വരിച്ചുവെന്നും മൂന്നാം നാൾ ഉയിർത്തെഴുന്നേറ്റു എന്നുമാണ് വിശ്വാസം. മലയാറ്റൂർ അടക്കമുള്ള പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വലിയ തീർത്ഥാടന പ്രവാഹമാണ്. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിലെ 14 സംഭവങ്ങൾ അനുസ്മരിക്കുന്ന കുരിശിന്റെ വഴിയാണ് ദുഃഖവെള്ളിയിലെ പ്രധാന കർമ്മം. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ബിനിൽ ലീല, സാബു മലയാറ്റൂരിൽ നിന്ന് ആസിഫ് മുഹമ്മദ്, മണർക്കാട് മാർത്താ മറിയം യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് ഗോകുൽ രമേശ്, കോഴിക്കോട് ദേവമാതാ പള്ളിയിൽ നിന്ന് രമ്യാദാസും ഒക്കെ നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് കോഴിക്കോട് ദേവമാതാ പള്ളിയിലേക്കാണ്. രമ്യാദാസ് നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. അവിടെ രമ്യ, ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹം ഇന്ന് ദുഃഖവെള്ളി ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്. ഇപ്പോൾ പള്ളിയിൽ എന്തൊക്കെയാണ് ചടങ്ങുകൾ നടക്കുന്നത് രമ്യ? ഗുഡ് മോർണിംഗ് സേതു. ഇപ്പോൾ കുരിശിൻ്റെ വഴി അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ഉണർത്തിക്കൊണ്ടുള്ള വിശ്വാസികളുടെ കുരിശിൻ്റെ വഴിയിൽ ഇവിടെ ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ ചർച്ചിലാണ്. ഇവിടെ വിശ്വാസികളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്നും അതായത് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ ചർച്ചിൽ നിന്നും ആരംഭിക്കുന്ന കുരിശിൻ്റെ വഴി ഇവിടെ നിന്ന് ആരംഭിക്കും. തുടർന്ന് ഇവിടെ ഇത് ബീച്ചിൽ അവസാനിക്കും. വർഗീസ് ചക്കാലക്കലാണ് ഈ കുരിശിൻ്റെ സന്ദേശവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിശ്വാസികൾക്ക് സന്ദേശം നൽകുന്നത്. വിശ്വാസികളെല്ലാം തന്നെ ക്രിസ്തുവിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിരവധി വിശ്വാസികളുണ്ട്. നമ്മളിപ്പോൾ ആ കാഴ്ചകളാണ് കാണുന്നത്. വിശ്വാസികളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്നും ആരംഭിക്കുന്ന ഈ ഒരു കുരിശിൻ്റെ വഴി യാത്ര ഇന്ന് ബീച്ചിലാണ് അവസാനിക്കുന്നത്. ഇതിനെ തുടർന്നാണ് വർഗീസ് ചക്കാലക്കൽ വിശ്വാസികൾക്ക് സന്ദേശം നൽകുക. സേതു, പിന്നെ നമ്മൾ ഈ ദേവമാതാ പള്ളിയിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കുരിശിൻ്റെ വഴിക്കുള്ള ഒരുക്കങ്ങളാണ്, തുടക്കമാണ്. വിശ്വാസികളെല്ലാം കയ്യിൽ കുരിശേന്തി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. ഒരു മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്ത് യേശുദേവൻ കുരിശുമരണം വരിച്ച ദിവസമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം മുഴുവൻ ക്രൈസ്തവർ വിശ്വാസികളൊക്കെ ഉപവാസം ഒപ്പം പൂർണ്ണമായും ഈ ദിനം ദൈവത്തിനർപ്പിച്ചും മുന്നോട്ട് പോകുന്ന ദിവസമാണ് ദുഃഖവെള്ളി. അവിടെ വിശ്വാസി സമൂഹം പ്രാർത്ഥനകളോടെ നിൽക്കുന്നുണ്ട്. വൈദികരെയും കാണാം. ഇപ്പോൾ ഇന്ന് കുരിശിൻ്റെ വഴിയാണ്. ഇനി മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ബിനിൽ ലീല, സാബു മലയാറ്റൂരിൽ നിന്ന് ആസിഫ് മുഹമ്മദ്, മണർക്കാട് മാർത്താ മറിയം യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് ഗോകുൽ രമേശും ഒക്കെ നമുക്കൊപ്പം ചേരും. ആ പള്ളികളിലെ ചടങ്ങുകളും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കും. ഇന്നത്തെ ദിവസം ബിനിലുണ്ട് നമുക്കൊപ്പം. ബിനിൽ ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്നാണ്. ബിനിൽ, ഗുഡ് മോർണിംഗ്. കുരിശിൻ്റെ വഴി യാത്ര തുടങ്ങിയോ അവിടെ? കുരിശിന്റെ വഴി പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അതിന്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോൾ തുടരുകയാണ്. നേരത്തെ സംസാരിച്ചത് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയാണ്. സംയുക്ത കുരിശിന്റെ വഴിയാണ് ഇവിടെ നടക്കുന്നത്. കാതോലിക്ക ബാവയ്ക്കൊപ്പം ലിത്തീൻ അതിരൂപതയും പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലെ വിശ്വാസികളും ഒരുമിച്ചാണ് ഈ കുരിശിന്റെ വഴി ആചരിക്കുക. ഇതിന്റെ സമാപനത്തിൽ ലിത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനിറ്റോ സംസാരിക്കും. നേരത്തെ കുരിശിന്റെ വഴി സന്ദേശം കാതോലിക്ക ബാവ നൽകിയിരുന്നു. ലഹരിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് അദ്ദേഹം ഈ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചത്. അതോടൊപ്പം തന്നെ കുരിശിന്റെ വഴി ഇപ്പോൾ അല്പസമയത്തിൽ ആരംഭിക്കുകയാണ്. അതിന് തുടങ്ങാനുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഈ പാളയം പള്ളിയിൽ നിന്ന് തുടങ്ങി യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിലൂടെ PMG-യിലെത്തി, അവിടെ നിന്നും ലൂർദ് പള്ളിയിലെത്തി, അവിടുത്തെ സമാപനം ഈ പാളയം പള്ളിയിൽ തന്നെ ആയിരിക്കും സമാപിക്കുക. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ഈ കുരിശിന്റെ വഴി ക്രൈസ്തവർ ആചരിക്കുന്നത്. ഈ കുരിശിന്റെ വഴി യാത്രയിൽ 14 ഇടങ്ങളിലാണ് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുക. അത് പീഡാനുഭവത്തിന് കുരിശുമായി ക്രിസ്തു പീഡാനുഭവത്തിൽ യാത്ര ചെയ്തപ്പോൾ 3 ഇടങ്ങളിൽ വീണിരുന്നു. അതോടൊപ്പം പലയിടങ്ങളിൽ വിശ്വാസികൾ ഭക്തർ അദ്ദേഹത്തെ സമീപിക്കുകയും കുരിശ് ചുമയ്ക്കാൻ
ചുമക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 14 ഇടങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ, ക്രിസ്തു അനുഭവിച്ച പീഡകൾ, അത് ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ ഈ കുരിശിന്റെ വഴി ആചരിക്കുന്നത്. ഇന്ന് ദുഃഖവെള്ളിയാണ്. അതിനുശേഷമായിരിക്കും തുടർന്നും പ്രാർത്ഥനാ ചടങ്ങുകൾ വിവിധ പള്ളികളുണ്ട്. ഇപ്പോൾ തലസ്ഥാനത്ത് പാളയപ്പള്ളിക്ക് പുറമെ വിവിധ പള്ളികളിൽ കുരിശിന്റെ വഴി ആചരിക്കുന്നുണ്ട്. പ്രത്യേകം തെക്കൻ കുരിശുമല, അത് വെള്ളറടയിലാണ്. അവിടെയും രാവിലെ ഇപ്പോൾ കുരിശിന്റെ വഴി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാളയപ്പള്ളിയിലെ കുരിശിന്റെ വഴി യാത്ര അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ശരി, പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്നാണ് ബിനിൽ ലീല സാബു വിവരങ്ങൾ നൽകിയത്. കുരിശിന്റെ വഴി യാത്ര അവിടെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.